കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത് 2 സീനിയർ സുപ്രീം കോർട്ട് ജഡ്ജസിനെ കോർട്ട് കോംപ്ലക്സിൽ സുപ്രീം കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി കോർട്ടിൽ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വെടിവെച്ചു കൊന്നു. ഇപ്പോൾ പുതിയ വാർത്ത വരുന്നു. പക്ഷേ ഇറാൻ ഗവൺമെൻറ് ആ വാർത്ത ഒരു കാരണവശാലും പബ്ലിക്കിൻ്റെ അടുത്ത് പറയുന്നത് അവിടുത്തെ പത്രക്കാരോട് അപേക്ഷിച്ചിരിക്കുകയാണ്. സ്ട്രിക്റ്റായിട്ട് ഓർഡർ. കാരണം ഇറാൻ്റെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ. അതിനേക്കാളും ക്രൂരനായൊരു ജഡ്ജ് ഹുസൈൻ അലി നയേറി, അതായത് നിങ്ങൾ കേട്ട് കാണും, 1998 ഒരു മാസ് എക്സിക്യൂഷൻ നടത്തി. അത് ഹ്യൂമൻ വാച്ചുകളൊക്കെ പറയുന്ന ഏകദേശം 5000 പേരാണ്. മറ്റുള്ള റിപ്പോർട്ട്സുകൾ പറയുന്ന ഏകദേശം 20,000-നും 30,000-നും ഇടയ്ക്ക് ആളുകളെയാണ്. പൊളിറ്റിക്കൽ പ്രിസണേഴ്സാണ് ഏറ്റവും കൂടുതൽ. അവരെ തൂക്കാൻ വിധിച്ച് തൂക്കിക്കൊന്നു. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ജഡ്ജെന്ന് യുണൈറ്റഡ് നേഷൻ അന്നത്തെ സമയത്ത് പറഞ്ഞ ജഡ്ജിനെ കോർട്ട് കോംപ്ലക്സിൽ വെച്ച് മറ്റൊരാൾ അവരെ 2 പേര് വരുന്ന സമയത്ത് അയാളെയും വെടിവെച്ചത് കോർട്ടിലാണെന്നും പറയുന്നു, കോർട്ടിന് പുറത്താണെന്നും പറയും. കാരണം ഈ റിപ്പോർട്ടുകൾ ഗവൺമെൻറ് സോഴ്സുകൾ കൺഫേം ചെയ്തിട്ടില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഏകദേശം 20 ലക്ഷത്തോളം മെമ്പേഴ്സുള്ള. അതിനുശേഷമാണ് ഗവൺമെൻറ് തീരുമാനിക്കുന്നത് ഈ വാർത്ത പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ പരക്കെ ആക്രമണം നടക്കുകയാണ്. അതായത് ആദ്യം ഇയാൾ സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡായി, മറ്റേ ജഡ്ജ് സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡ് ആയതിൻ്റെ പേര് വരുന്നില്ല. ഇയാളുടെ പേര് പുറത്ത് വരുന്നുണ്ട്, ഈ നയേറി എന്ന് പറഞ്ഞ ജഡ്ജ്. ഏറ്റവും ക്രൂരനായ ജഡ്ജ്. ആലോചിച്ച് നോക്കുക. മറ്റുള്ള പല ഏജൻസികളും യുണൈറ്റഡ് നേഷൻ പറയുന്ന അന്ന് ഇയാൾ തൂക്കാൻ വിധിച്ച് 20,000-നും 30,000-നും ഇടയ്ക്ക് വരുമെന്നാണ്. കാരണം ഈ യുണൈറ്റഡ് നേഷന് ഇതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച ഒരു എംപ്ലോയിയാണത് പറഞ്ഞിരിക്കുന്നത് നേരത്തെ. അപ്പോൾ ഇയാളെയും വെടിവെച്ച് കൊന്നു എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തു. ഇറാനിലുള്ള ഒരു സീനിയർ പത്രക്കാരനെ ടെഹ്റാനിൽ വിളിച്ചിട്ട് ചോദിച്ച് ഈ സംഭവം സത്യമാണ്. അദ്ദേഹം പറഞ്ഞ സംഭവം സത്യമാണ്. ഗവൺമെൻറ് ശക്തമായ രീതിയിൽ മീഡിയയോടൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ട്. അതിൻ്റെ കാര്യം പറയാൻ എന്താണ് റീസൺ എന്നുള്ളത്. അതേപോലെ ഫോറിൻ കറസ്പോണ്ടൻ്റ്, അതായത് പത്രങ്ങളോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യരുത്. കാരണം ഇറാനിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. കാരണം കയ്യിൽ വിട്ടുപോവുകയാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്? ഏകദേശം അൺകൺഫേംഡ് റിപ്പോർട്ട്സായിട്ട് വരുന്നു. ഈ പല ജഡ്ജിമാരെ അന്നത്തെ കാലത്ത് 1998 സഹായിച്ച പല ലോയേഴ്സ് എന്ന് പറയുന്നത് ഈ സെക്ട്രിയൻ ഭരണകൂടത്തിൻ്റെ അയത്തുള്ള ഖമേനിയുടെയും ഈ അലി ഖമേനിയുടെയൊക്കെ അടുത്ത ഈ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഷിയ മുസ്ലിം അവരുടെ ക്ലർജീസ് ആയിട്ടുള്ള ആൾക്കാരെ അവരെയും വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. പിന്നെ മറ്റുള്ള ചില ജഡ്ജിമാർ ഏകദേശം 6-7 പേരെ കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ ഒരു അനലൈസിസ്റ്റ് ഈ പത്രക്കാരൻ പറയുന്നത്, അതായത് എൻ്റെ സുഹൃത്ത് ജേർണലിസ്റ്റ് പറയുന്നത്, ഈ കൊല്ലുന്ന ആൾക്കാർക്ക്, അതായത് ഷൂട്ട് ചെയ്യുന്നവർക്ക് ഇറാനിൽ ഭയങ്കരമായിട്ട് പോസിറ്റീവ് പ്രതികരണം കിട്ടുന്നു. അതുകൊണ്ട് ആൾക്കാരെ എവിടുന്നെങ്കിലും തോക്കെടുത്തെങ്കിൽ കൊല്ലുക. ഇവർ ജോലി ചെയ്യുന്ന പലരും ജോലി ചെയ്യുന്ന കോർട്ടിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവരെയൊക്കെ വെടിവെച്ച് ഇവർക്ക് യാതൊരു ക്രിമിനൽ റെക്കോർഡ്സും ഇല്ല. പക്ഷെ അവർ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു, ഇറാൻ ജനതയ്ക്ക് ബോധം വെച്ചു തുടങ്ങി. അവർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ പല 2ഓളം വേറെ 3ഓളം ജഡ്ജിമാരെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. അതിനെപ്പറ്റി റിപ്പോർട്ടൊന്നും കൺഫേം ചെയ്യുന്നില്ല. പക്ഷേ ലേറ്റർ സ്റ്റേജിൽ അതും കൺഫേം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ കൊടുത്തിരിക്കുന്ന ജഡ്ജിമാരോട് തൽക്കാലം കോടതിയിലോട്ട് വരേണ്ട. കാരണം കോർട്ടിലുള്ള ആൾക്കാർ നിങ്ങളെ വെടിവെച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം പോലീസ് സെക്യൂരിറ്റി ടൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ടൈറ്റൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ പല ആൾക്കാരും ക്ലർജീസായിട്ട് ആൾക്കാർ പോലും പുറത്തിറങ്ങുന്നില്ല. അതായത് ഇറാൻ എന്ന് പറഞ്ഞ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഇസ്രായേൽ എന്നാണ് ബോംബിട്ടത്, അന്നോട് പിടികിട്ടി ഇവർക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇറാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് ഇസ്രായേലിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അതായത് ഇറാൻ ജനത താങ്ക്സ് പറയുന്ന ഇസ്രായേലിനോടാണ്. അതും പബ്ലിക്കായിട്ട് ആൾക്കാർ പറയുകയാണ്. കാരണം ഇറാനിൽ മനസ്സിലാക്കുക, ഇസ്ലാമിക ഭരണത്തിന് ശേഷം അവിടെ ഭയങ്കര ഈ അയൺ ഫിസ്റ്റ് പോലെയാണ് അവിടെ ഭരണം പോയിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ പോയിട്ടുള്ളവർക്കറിയാം. കാരണം ഞാനിവിടെ പോയിട്ടുണ്ട്. കാരണം ഞാനൊരു 1.5 മാസം ഇവിടെ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പം അന്ന് മനസ്സിലായിട്ട് അവിടെ ജനങ്ങൾക്ക് അനങ്ങാൻ പറ്റത്തില്ല.
അതേപോലെ ഹിജാബിൻ്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു. ആൾക്കാരെ ഏകദേശം 50% മുകളിലുള്ള പുതിയ തലമുറയിലുള്ളവരും ടീനേജും ഹിജാബ് എന്ന് പറഞ്ഞ പുല്ല് വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞു. ആളുകളും നല്ലൊരു ശതമാനം സ്ത്രീകളും ആ ചാക്കിൽ നിന്നും മാറാൻ തുടങ്ങി. ഇതോടുകൂടിയാണ് ബേസിക്കലി ജനങ്ങൾക്ക് ബോധമായി ഡിജിറ്റൽ റവല്യൂഷൻ്റെ ഒരു സംഭവമാണ് ഇറാനിൽ നടക്കുന്നത്. ഇവർക്ക് ഗ്ലോബലായിട്ട് ഭയങ്കര സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി. അതോടുകൂടെ മാസാമീനിയാണ് ഇതിൻ്റെ കാരണം. അതേപോലെ ഇറാൻ സെക്ടേറിയൻ ഇസ്ലാമിക് ഷിയ ഭരണകൂടം എന്ന് പറഞ്ഞ് അത് നിങ്ങളതിൻ്റെ ഹിസ്റ്ററി നോക്കണം. ഇത് ഗൂഗിളിലൊക്കെ പോയി പല ചരിത്രങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഈ കേരളത്തിലെ സുഡുക്കൾ പറയുന്ന പോലൊന്നുമല്ല. അവിടെ വളരെ ശക്തമായ രീതിയിലാണ് ഓരോന്നും ഒരു 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 പെർസെൻറ്റേജ് പോലും മനുഷ്യാവകാശമില്ല അടിച്ചു ഒതുക്കിയത്. അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ അതായത് മനസ്സിലാക്കുക, ഈ ജഡ്ജിമാരെ സുപ്രീം കോടതിയിലെ ഡെപ്യൂട്ടി ചീഫാണ് ഹൊസൈനി അൽ നയറി എന്ന് പറയുന്ന ആൾ. കാരണം അയാൾ ഇത്രയും പേരെ കൊല്ലാൻ വിധിച്ചതിൻ്റെ പേരിൽ അയത്തുള്ള ഖമൈനിയാണ് ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ലീഗൽ, അതായത് അവരുടെ ലീഗലായിട്ടുള്ള ചീഫ് അഡ്വൈസർ കൂടിയായിരുന്നു, അയാളെയാണ് തട്ടിയത്. ഇതേപോലെ പല നേരത്തെ ജഡ്ജ്മെൻറ്റ് നടത്തിയ പല ജഡ്ജിമാരും എവിടെയൊക്കെയോ ഒളിവിൽ പോയിരിക്കുകയാണ്. മനസ്സിലാക്കുക, ഇതൊക്കെ സംഭവിക്കുന്ന ഇറാനിലാണ്. ഇതാണ് ലോകമെന്ന് പറയുന്നത് ചേഞ്ച് ആകും. ഈ കാണിക്കുന്ന ഇത്രമാത്രം അധർമ്മം കാണിച്ച് മനുഷ്യനെ കൊന്ന ഈ ജഡ്ജസിനെ കിട്ടാവുന്നത് തന്നെയാണ്. അവിടുത്തെയുള്ള ജനങ്ങൾ ഇതിനെ വെടിവെച്ചു. അവരെന്താ അവർ സ്വയമേ വെടിവെച്ചങ്ങ് മരിക്കുകയാണ്. അതും അതിനെപ്പറ്റിയൊക്കെ റിപ്പോർട്ട് വരുന്നത് ഇറാൻ ഇതിനകത്ത് വെപ്പൺസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് വെപ്പൺസ് കിട്ടുന്നത്? അത് ചോദ്യം വരുക. അതായത് കോർട്ടിനകത്ത് മറ്റുള്ള ജഡ്ജിമാർക്ക് സെക്യൂരിറ്റി പോകുന്ന ആൾക്കാർ അവരവരുടെ തോക്കെടുത്ത് കൊടുക്കുക അവനെ വെടിവെച്ച് കൊല്ലാൻ. ഒരു ലോകം പോയ പോക്ക് മനസ്സിലാക്കുക. കാരണം സെക്യൂരിറ്റിക്കാരന് ഇഷ്ടമാണ് അവനെയൊക്കെ തട്ടിക്കളയാൻ. അതായത് അവിടുത്തെ പോലീസുകാരൻ്റെ കാര്യമാണ് പറയുന്നത്. അത്ര ഭീകരമായ സ്ഥിതിവിശേഷമാണ് ഇറാനിലുള്ളത്. അത് കേരളത്തിലെ സുഹൃത്തുക്കൾക്കൊന്നും രസിക്കത്തില്ല. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് വല്ലാതെ പാടുപെടുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ എങ്ങനെ ഇത് പോകും, എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ജനങ്ങൾ ആകെപ്പാടെ ഇളകിയിരിക്കുകയാണ്. ഓരോ ജഡ്ജ്, അതായത് 6-7 പേരെ ജഡ്ജിമാരെ വെടിവെച്ച് കൊന്നു എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത്രമാത്രം സീരിയസ് ആണ് ഇഷ്യൂ. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊന്നുമല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. ഉറപ്പായിട്ടും പറയാം, ഇറാന് പുതിയ വെളിച്ചമുണ്ടായിരിക്കുന്നു. അത് തന്നെയാണ് ലോകത്തിന് ആഗ്രഹം. അതായത് സമാധാനമായിട്ട് പോവുക. അതായത് ഇതേപോലെ ക്രൂരന്മാരെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കരുത്. അതേപോലെ വരാനുള്ളവൻ ചിന്തിക്കും, മറ്റുള്ളവരൊക്കെ ചിന്തിക്കും. അവരിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അനുഭവം ഇതിനേക്കാളും കഷ്ടമാണ്. മറ്റുള്ള റിപ്പോർട്ട്സ് വരുന്നത് ചില ഇറാനിയൻ ജഡ്ജസിൻ്റെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ, ഇതിനെ അന്ന് സപ്പോർട്ട് ചെയ്ത ഫാമിലി മെമ്പേഴ്സിനെ, ഇവരെ സപ്പോർട്ട് ചെയ്ത അവിടുത്തെ ഷിയാൽ ക്ലർജീസോ അവരെയും അടിച്ചൊക്കെ ഓടിക്കുക ബേസിക്കലി. അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കുക, ഇറാനിൽ ഒരു സാധനവും ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല. ആ സ്ഥിതിയിലേക്കാണ് ഇറാൻ മാറിയിരിക്കുന്നത്.